ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പ്ലം കേക്ക് റെഡിയാക്കി എടുക്കാനുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിവിടെ 3 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് സോക്ക് ചെയ്തെടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് ഞാൻ ആദ്യം തന്നെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് റേസിൻസ്, വൈറ്റ് റേസിൻസ്, മിക്സഡ് ടൂട്ടി ഫ്രൂട്ടി, ഡേറ്റ്സ്, അതുപോലെ തന്നെ ഓറഞ്ച് പീല്, കാൻഡീഡ് ജിഞ്ചർ, പിന്നെ നമ്മളതിലേക്ക് ചെറീസ്. ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഞാൻ സോക്ക് ചെയ്യാറുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് കാഷ്നട്ടും അതുപോലെ തന്നെ ബദാമും പിസ്തായും ഒക്കെ ചേർക്കാം. പക്ഷെ നമ്മൾ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഇതിലേക്ക് ഇട്ട് സോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നമുക്ക് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ കട്ട് ചെയ്യേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഡേറ്റ്സ് ഒക്കെ അതിൻ്റെ കുരുവൊക്കെ മാറ്റിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ചെറീസും ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിത് ആൽക്കഹോളിലാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. ഈ കട്ട് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ ഈ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സോടും നമുക്ക് വലിയ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കാൻ പാകത്തിന് വലിപ്പമുള്ള ഒരു ബൗളും സ്പാച്ചിലയും ഒക്കെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഒന്ന് പൊടിച്ച് ചേർക്കണം. അതിനായിട്ട് ജാതിക്ക, ഏലക്ക, ഗ്രാമ്പു, പട്ട, ഇത്ര ഐറ്റംസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ചേർത്ത് കൊടുത്ത ശേഷം ഈ ഒരു സ്പൈസസ് പൊടിച്ചത് ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു മിക്സ് ചെയ്യാൻ എടുക്കുന്ന ബൗള്, സ്പാച്ചില, അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തെടുക്കുന്ന ഗ്ലാസ് കണ്ടെയ്നർ എല്ലാം നന്നായിട്ട് ഉണങ്ങിയതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ഒരു വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ തന്നെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം കേടായി പോകും. അതുകൊണ്ട് തന്നെ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് ഓറഞ്ച് മെർമലൈഡ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഹണിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് അതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ആ ഡ്രൈ ഫ്രൂട്ട്സിൽ ആകുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാര്യം ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ മതി, അതായത് ഇത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ബൗള്, സ്പാച്ചില, അതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് കണ്ടെയ്നർ എല്ലാം നന്നായിട്ട് ഉണങ്ങിയതായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഞാനിവിടെ ആൽക്കഹോളിലാണ് സോക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം അതിലേക്ക് റമ്മ് ചേർത്ത് കൊടുക്കാം. റം ചേർത്ത് കൊടുത്ത ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് വൈൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓറഞ്ച് ജ്യൂസ് ഒന്നും ഇതിലേക്ക് ആഡ് ചെയ്യരുത്. അപ്പോൾ ഓറഞ്ച് ജ്യൂസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് കേടായിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഓറഞ്ച് ജ്യൂസ് ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ ഒരു വലിയ ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുക്കാം. ഭരണി യൂസ് ചെയ്താലും മതി. ഞാനിവിടെ ഗ്ലാസ് കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മുഴുവനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 3 കിലോ ഡ്രൈ ഫ്രൂട്ട്സ് ആയതുകൊണ്ട് കുപ്പി നിറച്ചിട്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി എല്ലാ ദിവസവും ഇത് കുപ്പി നമുക്ക് കയ്യിലെടുത്ത് നന്നായിട്ടൊന്ന് കുലുക്കി കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് നന്നായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് സോക്കായി വരുന്നത്. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തതിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ക്രിസ്മസ് സീരീസ് വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.